സംഖ്യ നിറയും ആവർത്തനങ്ങളും കൂടി ഭാഷായിടുപടി ഋഷുവാടി നട്ടുനായാതിവന്മാരുമുണ്ടല്ലോ പിന്നീടുത്തിൻ പുസ്തകവും രണ്ടു ഒന്നും രണ്ടും രാജാക്കന്മാർ ദീനാമുത്തമ്പാവും രണ്ട് സ്വാനേകാമിയായ സ്തറിയോവിനെയും സങ്കീർത്തന പുസ്തകത്തിൽ 150 അധ്യായമുണ്ട് ബൈബിളിന്റെ മധ്യഭാഗ്യ കണ്ടിടാമത് ജ്ഞാനിയായ ശലോമോന്റെ തെന്മൊഴികൾ പഠിക്കുവാൻ സാദൃശ്യവാക്യങ്ങളെന്നും വായിച്ചിടുവി പിന്നീട് രാജിനി സഭാപ്രസംഗം മലീയം ലോകത്തെ അത് വെളിവാക്കുന്നു ഉത്തമ വീരത്തെ കാണാൻ 10,000ങ്ങളിലും ആദിസൃഷ്ടനായ മാനവാളനിഷ്ടുവേ 66 അധ്യായങ്ങൾ യശയ്യാവിലുണ്ടെന്നൊക്കെ ഈ രമ്യാവോ വിളക്കുന്നു ബിംബാരാധന പിന്നെ വീരാവങ്ങൾ ഖാരിനൊട്ടവസ്ഥയിലുമുണ്ട് ദാനിയേലോ ദൈവത്തിന്റെ പ്രിയ പുരുഷൻ ഇസ്രായേലിന്റെ പാപങ്ങളെ ഒപ്പിക്കുന്നു യോവേലന്ത്യമാളുകളെ ദർശിച്ചിടുവി എളിയ ജനത്തിനെന്നും നീതിന്യായം ലഭിക്കാനായി ആമോസൊന്നും ശക്തിയോടെ വാദിച്ചതാക്കാം ഓബദ്യാവിൻ ദർശനമോ ഒറ്റ അധ്യായത്തിൽ തന്നെ ഏദോമിന്റെ സ്വാധീനത്തെ അതിൽ കണ്ടിടാം യോന എന്ന പ്രവാചകൻ ദൈവത്തെ ധിക്കരിച്ചതാൽ മത്സ്യത്തിന്റെ ഉള്ളിൽ 3 ദിനം പാർത്തല്ലോ നീ കൈരുതിയതായ യഹോവയിൽ ജനങ്ങൾ ശമരിയ യെരൂശലേം ന്യായവിധിയായി ഞാനും നിന്നോട് കീഴുയി പിന്നീടാതാ കണ്ടിടുന്നു ഹബക്കൂക്കുമെഴുതിയ പ്രവചനങ്ങൾ സെഫന്യാവും ഹഗ്ഗായിയും പാരിഞ്ഞിട്ടു കാണുന്നത് സെഖര്യാവും മിശിഹായെ ദർശിച്ച കാര്യം ഉടനെ കണ്ടിടുന്നു മാലാഖിയുടെ പുസ്തകത്ത് പഴയ നിയമത്തിന്റെ അവസാനമായി മത്തായും മർക്കോസും പിന്നെ ലൂക്കോസും യോഹന്നാനും യേശുവിന്റെ സുവിശേഷം 4 കാണാം ഉടനെ കണ്ടിടുന്നു അപ്പസ്തോല പ്രവർത്തികൾ റോമക്കാരും 1 2 കൊരിന്ത്യക്കാരും ഗലാത്യരെ കാണാം പിന്നെ എഫെസ്യരും കൊലോസ്യ സഭയ്ക്കുള്ള ലേഖനത്തെയും 1 2 ലേഖനങ്ങൾ തെസ്സലോനിക്കർക്കെഴുതി 2 ലേഖനവും തന്നെ തീമോഥെയോസും തീത്തോസിനും ഫിലോമോനും എഴുതിയ ലേഖനമോ വായിച്ചിട്ട് എബ്രായയിലും വായിക്കാമല്ലോ യാക്കോബെന്ന അപ്പസ്തോലൻ എഴുതിയ ലേഖനമോ പാപികളെ നിർവ്വരിക്കു തിരിച്ചിടുന്നു 1 2 ലേഖനങ്ങൾ പത്രോസിന്റേതുമുണ്ടു പിന്നെ 3 ലേഖനവും തന്നെ യോഹന്നാനും എഴുതി യൂദയുടെ പുസ്തകത്തെ പഠിക്കണം അടുക്കാതെ ദൈവവചനത്തെയൊന്നും വായിച്ചിടുവീൻ വെളിപാട് യോഹന്നാന്റെ ദർശനമാകുന്നുവല്ലോ അന്ത്യനായ വീതിയൊട്ടു മാനം തിരിവീൻ 39 പുസ്തകം പഴയ നിയമത്തിലും 27 പുതിയതിലും